കത്തുന്ന വേനൽച്ചൂടിന് ഒരു ശമനമായി ഞങ്ങളുടെ പ്രദേശത്തും മഴയെത്തി. അരമണിക്കൂർ നീണ്ടുനിന്ന മഴയ്ക്ക് ശേഷം പറമ്പിലേക്ക് ഇറങ്ങിയതാണ്. ശക്തമായ മഴയായിരുന്നത് കൊണ്ട് തന്നെ തക്കാളിച്ചെടിയും വഴുതനയും ഒക്കെ ചാഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നോക്കിക്കണ്ട് ചെയ്യാനും ചെറിയൊരു വിളവെടുപ്പിനുമാണ് അടുക്കളത്തോട്ടത്തിലേക്ക് ഇറങ്ങിയത്. വിളവെടുപ്പിനായി വെള്ളക്കാന്താരിയും വഴുതനവും ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു. ഇനി തുടർന്ന് മഴയാണെങ്കിലോ എന്ന് കരുതി മൂപ്പെത്താത്തത് വരെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് സിംബ ചെക്കൻ ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങി ഓടിയത്. ദൂരേക്ക് പോകില്ല എങ്കിലും ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട്. അവന് പ്രതികൂല സാഹചര്യങ്ങളോടുള്ള പ്രതികരണശേഷി ആയിട്ടില്ല എന്നാണ് ഏട്ടന്റെ വാദം. അതുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങാത്തത്. പൂച്ചയെ കണ്ടാൽ ഓടുന്നവനാണ്. പിന്നെ പറമ്പിലെ തെരുവൊട്ടികളുടെ കാര്യം പറയേണ്ടതുണ്ടോ? അവന് വീണ്ടും ഗേറ്റിനകത്താക്കിയിട്ട് ഞാൻ എന്റെ പരിപാടികൾ തുടർന്നു. 1-2 തക്കാളി ചെടികൾ വാടിക്കറിഞ്ഞു നിന്നത് പറിച്ച് ഒഴിവാക്കി കൊടുത്തു. മറ്റു തക്കാളി ചെടികൾക്ക് കയറുകൾ വലിച്ചു കെട്ടി താങ്ങു കൊടുത്ത ശേഷം വീട്ടിലേക്ക് കയറി. ഇനി രാത്രിയിലെ അത്താഴത്തിന്റെ ഊഴമാണ്. ഉച്ചയ്ക്ക് കഴിച്ചതിന്റെ ബാക്കി കുറച്ച് മന്തിച്ചോറുണ്ടായിരുന്നു. അതും ദോശയും ഒക്കെ ഒരു തട്ടിക്കൂട്ട് അത്താഴം ഉണ്ടാക്കാമെന്ന് കരുതി. മോനും അമ്മയ്ക്കും ദോശയും മധുരക്കിഴങ്ങും മതി. ഞാനും ഏട്ടനും മന്തിച്ചോറും കുറച്ച് സാലഡ്സും മീൻ പൊരിച്ചതുമാക്കി കഴിച്ചു. വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാൻ മറക്കരുതേ.